അത് നിരോധനം നിലവിൽ വരികയും മദ്യവർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദ്വിമുഖ പദ്ധതി വേണം. നിരോധനം ഒരു കടലാസിൽ എഴുതി വെച്ചാൽ പോരാ. നിരോധനം നടപ്പിലാണ്, ഇനി ഉപയോഗിക്കുന്നവർക്ക് ശിക്ഷയുണ്ടാവും. ശിക്ഷ മാത്രം കൊടുത്താൽ പോരാ. അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങൾ മുതൽ പഠിപ്പിക്കണം ജനങ്ങളാ. തലങ്ങും വിലങ്ങും പഠിപ്പിക്കണം. ഞങ്ങൾ എത്ര പദ്ധതി വെച്ചു. ജനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ മുഴുവൻ മദ്യത്തിനും മറ്റ് ലഹരികൾക്കും എതിരെയുള്ള പരസ്യങ്ങൾ ഉപയോഗിച്ചു പോകരുത്, നിയമം കർശനമാണ്, ശിക്ഷിക്കുന്നു കൂടി താക്കീത് വേണം. വിദ്യാലയങ്ങളിൽ, തീപ്പെട്ടിക്കൂടുകളിൽ, സ്റ്റാമ്പിന്മേൽ, അതുപോലെ എല്ലാ പത്രങ്ങളും കർശനമായി നിർദ്ദേശിക്കുക. ഒരു കോളം മാറ്റി വെക്കുക. ഒരു 2 സെന്റിമീറ്റർ, ഒരു 2-3 സ്ക്വയർ സെന്റിമീറ്റർ കൊടുത്തിരിക്കണം. എന്താ ഗവൺമെന്റ് പറഞ്ഞാൽ നടക്കൂലേ? പിന്നെ റേഡിയോ മുതലുള്ള ആകാശവാണി അല്ലെങ്കിൽ മറ്റേ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അതിലൂടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചുകൂടിയ സർക്കാരിന്. അതിനെക്കൊണ്ട് സർക്കാരിന് വലിയ ചെലവൊന്നുമില്ലല്ലോ. ഇപ്പൊ എന്തെല്ലാം കോടിക്കണക്കിന് ഉറുപ്പിക സർക്കാർ പരിപാടികളല്ലേ പ്രചരിപ്പിക്കുന്നത് PRDയിലൂടെ. ഓരോ കളക്ടറേറ്റിലും പബ്ലിക് റിലേഷൻ ഓഫീസ് ചെന്ന് നോക്കിയാൽ കെട്ടിക്കിടക്കുക ലക്ഷക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ, പോസ്റ്ററുകൾ ഇല്ലേ? ആ കൂട്ടത്തിൽ ഒന്ന് ഇത് ചേർത്തൂടെ? എല്ലാ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അതിന്റെ കവറിൽ ഇതിനെപ്പറ്റി വെച്ചുകൂടെ? ഒരു ചെലവില്ലാതെ ഗവൺമെന്റിന് ഒന്ന് ബോധവൽക്കരണം. നിരോധനം നിലനിൽക്കുന്നുണ്ടെങ്കിലേ ബോധവൽക്കരണം അർത്ഥമുള്ളൂ. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മദ്യഷാപ്പുകൾ തുറന്നു വെച്ച് കുടിക്കരുത് എന്ന് പറയുന്നത് മിഠായി ഭരണി തുറന്നു വെച്ച് എടുക്കരുത് കുഞ്ഞെ എന്ന് പറയുന്നതിനേക്കാൾ വിഡ്ഢിത്തമാണ്. കാരണം അത് കഴിക്കാനുള്ള ടെൻഡൻസി ഇത്രമാത്രം പരസ്യപ്പെടുത്തി ഇത്രമാത്രം പ്രചരിപ്പിച്ചാൽ ടെൻഡൻസി ഉണ്ടാകും. കുഞ്ഞുങ്ങൾ വരെയൊന്നും ഉണ്ടാവുമല്ലോ. അതിന്റെ സാഹചര്യമല്ലേ. വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ കുപ്പികൾ വീട്ടിൽ നിന്ന് കുടിക്കാം, മാതാപിതാക്കൾ കുടിക്കാം, മക്കൾ യൂറോപ്യൻ സംസ്കാരം എന്നൊക്കെ പറയുന്നത് അതല്ലേ കടന്നു വന്നത്. മാത്രമല്ല പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാം. ഉദയഭാനു കമ്മീഷനാണ് ഇത് ഞങ്ങളോട് ചോദിച്ചത്. ടേംസ് ഓഫ് റെഫറൻസ് 3 ആയിരുന്നു. മദ്യം നിരോധിക്കുമ്പോഴുള്ള തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കും? മദ്യം നിരോധിക്കുമ്പോഴുള്ള വരുമാന കമ്മി എങ്ങനെ പരിഹരിക്കും? മദ്യം നിരോധിക്കുമ്പോഴുള്ള വ്യാജ മദ്യം എങ്ങനെ തടയും? ഇത് 3നും ഉദയഭാനു കമ്മീഷൻ കോഴിക്കോട് ഉത്തരം പറഞ്ഞവനാ ഞാൻ. ഒന്ന് തൊഴിലില്ലായ്മ. ഞാൻ ചോദിച്ചു ഒന്ന് KP പ്രഭാകരനാ വന്നത്. CPI നേതാവ്, അദ്ദേഹത്തിന് മകനും പിന്നെ മന്ത്രിയായിട്ടുണ്ട്. പിന്നെ സുധാകരനാ വന്ന് CIT നേതാവ്, മറ്റൊരു സുധാകരൻ വന്ന് കോൺഗ്രസ് നേതാവ്. അന്ന് കോൺഗ്രസ് നേതാവില്ല, 2 CIT AITUC. ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എന്താണ് കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ തൊഴിൽ? അപ്പോൾ തൊഴിൽ എന്ന് പറഞ്ഞ വരുമാനത്തിനുള്ള മാർഗം. ഞാൻ പറയെങ്കിൽ മോശം തൊഴിലല്ലേ? വിചാരം തൊഴിലല്ലേ? അല്ല, തൊഴിലെന്ന് പറഞ്ഞാൽ നമുക്ക് അധ്വാനിച്ചിട്ട് അധ്വാനിക്കണം, ഒരു പണം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ കള്ളനൊക്കെ വലിയ അധ്വാനമില്ലേ? അതുപോലെ മരം കട്ടുകൊണ്ടുപോകുന്ന വനം നശീകരണത്തിലൊക്കെ വനം കാക്കുന്നതിലേക്ക് അധ്വാനമില്ലേ? അപ്പോൾ എന്നോട് KP പ്രഭാകരൻ, എന്താണ് നിങ്ങളുടെ മറുപടി? ഞാൻ പറയും, മദ്യ നിരോധനത്തിന്റെ മറുപടി തൊഴിൽ എന്ന് പറഞ്ഞാൽ ആരെയും ചൂഷണം ചെയ്യാതെയും വേദനിപ്പിക്കാതെയും അയാളുടെ ഉപജീവനത്തിന് കണ്ടെത്തുന്ന പദ്ധതിയാണ്, ഉപാധിയാണ് തൊഴിൽ. ശരിയല്ലേ എന്ന് ഉദയഭാനു ചോദിക്കുകയും ചെയ്തു KP പ്രകാരം. ആ നിലയ്ക്കാണെങ്കിൽ മദ്യ നിർമ്മാണ വിതരണങ്ങൾ തൊഴിലേ അല്ല, കൊള്ളയാണ്. സമൂഹത്തെ കൊള്ളയടിക്കുന്നതാണ്. എന്നാലും പ്രതിവിധി വേണ്ടേ? ഞാൻ പറഞ്ഞ പ്രതിവിധി വേണം. ഞങ്ങൾ ഗാന്ധി മാർഗമുണ്ട്. ഒന്ന്, ഗാന്ധി ചെത്ത് പൂർണ്ണമായും നിരോധിക്കാൻ ഗാന്ധി പറഞ്ഞിട്ടില്ല. തെങ്ങ് ചെത്തുക, ചെത്തിയിട്ട് നീര എന്നാണ് അതിനുള്ള പേര്. ചെത്തി ഫെർമെന്റേഷൻ സംഭവിക്കുന്ന 3 മണിക്കൂറിനും അകം ചെത്തിയെടുത്ത ഇളങ്കള്ള് ഒരുപാട് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. മുസ്ലിങ്ങൾ കള്ള് ചെത്തുന്നു കേട്ട അത്ഭുതം തോന്നില്ലേ? ദ്വീപുകളിലൊക്കെ ചെത്തുന്നു. പശുവിനെ കറക്കുന്ന ലാഘവത്തോടെ, വാത്സല്യത്തോടെ, പ്രതീക്ഷയോടെ ചെത്തുന്നു. ചെത്തി അവിടെ ലഹരിയാകുന്നില്ല. ഇളങ്കള്ള 1-ാം തരം പാനീയമാണ്. അതിന് കർണാടകയിലാണ് ഇന്ത്യയിലെ മാതൃക. കർണാടകയിൽ നഞ്ചുണ്ടസ്വാമി സമരം ചെയ്തു കർഷകർക്ക് വേണ്ടി. തെങ്ങ് ചെത്താൻ ലൈസൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ലംഘിച്ചുകൊണ്ട് ചെത്തിച്ച് അവസാനം കർണാടക ലൈസൻസ് കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിന്റെ മകൾ, നഞ്ചുണ്ടസ്വാമിയുടെ മകൾ, പേര് ചുക്കി നഞ്ചുണ്ടസ്വാമിയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ എന്താ, രാവിലെ 10 മണിക്കും രാവിലെ 6 മണിക്കും സൂര്യോദയത്തോടെ ചെത്തി തുടങ്ങും. അത് ശേഖരിച്ച് 10 മണിയാകുന്നതിന് മുമ്പ് അത് കർഷകർ ജോലിക്ക് പോകുന്നവർക്ക് വീടുകൾ വന്ന് വാങ്ങി കുടിക്കുക. അതിന് മേൽനോട്ടത്തിന് സമർത്ഥമായ എക്സൈസ് വകുപ്പുണ്ട്. ഞങ്ങളിത് പഠിക്കാൻ പോയതാ കർണാടകയിൽ.
അവിടുന്ന് എക്സൈസ് വകുപ്പോട് സംസാരിച്ചു, അവിടുത്തെ മന്ത്രിമാരോട് സംസാരിച്ചു, പോലീസ് അധികാരികളോട് സംസാരിച്ചു. അപ്പൊക്കെ ശാന്തമായിരുന്നു. മാത്രമല്ല 20 തെങ്ങുള്ള ഒരു കർഷകന് രാവിലെ 400 റുപ്യ കൈ കിട്ടും. ഒരു ദിവസം 400, 10 ദിവസത്തേക്ക് 400 20 തെങ്ങുള്ള കർഷകന് ഒരു മാസത്തേക്ക് 12,000 റുപ്യ കൈ കിട്ടും. അത് എനിക്ക് തോന്നുന്നു അതിനേക്കാളും വലിയ സംഖ്യ. മാത്രമല്ല ചെത്തുന്ന തെങ്ങിന് അതിന്റെ കാലം കഴിഞ്ഞാൽ ഇരട്ടി കായ്ഫലം ഉണ്ടാകുന്നു. അവിടെയല്ല ഉല്ലാസവാന്മാരും ഉല്ലാസവതികള് ജോലിക്ക് പോകുന്ന കർഷകരും മറ്റു തൊഴിലാളികൾക്ക് വീടുകൾക്കായിരിക്കും. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കളയണമെന്നാ, സൂക്ഷിക്കരുത്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തും. അതാണ് അവിടുത്തെ. മാത്രമല്ല ചക്കര, പാനി എന്തെല്ലാം ഉണ്ടാക്കാം. 2000 കോടി ഉറുപ്പികയുടെ പദ്ധതി അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് UDF അധികാരത്തിൽ വന്ന നീരയുടെ പരീക്ഷ. ഒരു കാര്യബോധവുമില്ലാത്ത കൃഷിമന്ത്രിയും ഇതൊക്കെ അട്ടിമറിക്കാൻ പറ്റിയ മദ്യ ലോബി, എക്സൈസ് ലോബിയും കൂടെ നീരെ അട്ടിമറിച്ചു. കുറ്റ്യാടിയൊക്കെ എത്ര കർഷകന്മാരുടെ ഷെയർ കിട്ടാനുണ്ടെന്നറിയോ? ഈ നീര ഫാക്ടറിയിൽ ഒരു കാര്യബോധവും ഉണ്ടായില്ല. ഏതായാലും അതാണ് ഒന്ന്. ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. നീര ചെത്ത് തടയരുത്. പനയും തെങ്ങും ചെത്താം. ഒരുപാട് തെങ്ങ് ചെത്താൻ കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ അറിയോ കേരളത്തിൽ ഇപ്പൊ 5 തൊഴിലാളികളും 50 തെങ്ങും ഉണ്ട് ചെത്തണം. ഇപ്പൊ ചെത്തില്ല കേരളത്തിൽ. കള്ളമദ്യം ഉണ്ടാക്കുക. ഡയസേപ്പാമും വൈറ്റും ഒക്കെ കലക്കി മദ്യം, കള്ളമദ്യം ഉണ്ടാക്കി കൊടുക്കല്ലേ. എത്രയാണ് പാലക്കാട് നിന്ന് പിടിക്കുന്നത്? എത്ര പിടിക്കുന്നു പ്രമാണിമാരുടെ കള്ളമദ്യ നിർമ്മാണ ഉപാധികൾ? ഒന്നത്. രണ്ടാമത് റവന്യൂ കമ്മി എങ്ങനെ വലിയ ചോദ്യമല്ലേ? തൊഴിലിനെ ഞാൻ പറഞ്ഞു. മാത്രമല്ല ഒരു പരിഷ്കാരം വരുമ്പോൾ നോക്ക്, നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. ഇപ്പം അന്ന് ഞങ്ങളൊരു പാട്ടുണ്ട്, നാട്ടിൽ കക്കൂസ് ഉണ്ടാക്കണ്ട തോട്ടികൾ അവരുടെ പണി പോകും, പിന്നെ പാലം വേണ്ട പുഴകൾക്കൊന്നിനും തോണിക്കാരന് പണി പോകും. നമ്മുടെ നാട്ടിലൊക്കെ എത്ര തോണിക്കടത്തുകാരുണ്ടായിരുന്നു. പാലം വന്നോടെ അവർ പണി പോയില്ലേ. ഞങ്ങൾ തോണിക്കാരുടെ പണി പോകുമെന്ന് പറഞ്ഞാൽ ആരെയും കലാപുണ്ടായിരുന്നു? വേണ്ട. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കോഴിക്കോട്ടൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. മനുഷ്യ മലവും പേറി പറയർ എന്ന് പറയുന്ന വർഗം ശുചീകരണം തൊട്ടി തലയിൽ വെച്ചാ കൊണ്ടുപോവുക. തോട്ടിപ്പണി പോയില്ലേ? ആയിരക്കണക്കിന് ആളുകൾ ജോലി പോയില്ലേ? ആളുകൾ എന്താണെന്ന് ചോദിക്കാത്ത? മനുഷ്യന് സംസ്കരിക്കപ്പെടുമ്പോൾ, പരിഷ്കരിക്കപ്പെടുമ്പോൾ ഒരുപാട് അസംസ്കൃതം, അപരിഷ്കൃതമായ പലതും നഷ്ടമാകും. ഇപ്പൊ ചോദിക്കട്ടെ, എല്ലാവർക്കും അറിയുന്നല്ലേ, നമ്മുടെ ടൗണുകളിലൊക്കെ എത്ര പെൺകുട്ടികൾ ഇരുന്നിരുന്നു നമ്മുടെ ഈ STD ബൂത്തുമായിട്ട്. കുട്ടികളൊക്കെ എവിടെ പോയി? പുതിയ മൊബൈൽ ഫോണൊക്കെ ഒക്കെ അടച്ചു പൂട്ടിയില്ലേ? അതുകൊണ്ട് പണി പോയില്ലേ കുറെ എണ്ണത്തിന്? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ പണിയില്ലേ? വേണ്ട. കല്ലുവെട്ട് യന്ത്രം നാട്ടിൽ വരുമ്പോൾ എന്താണ് ഇവിടുത്തെ ബഹളങ്ങൾ? കല്ലുവെട്ട് യന്ത്രം വന്നാൽ തൊഴിലാളികൾക്ക് പണിയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഇടവഴിയിൽ തന്നെ വെട്ടുകല്ല് തടഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താ സംഭവം? എവിടെയെങ്കിലും വെട്ടുകല്ലുണ്ടോ? എല്ലാം യന്ത്രക്കല്ല് വെട്ടല്ലേ. ആളുകൾക്ക് പണി പോയോ? മാത്രമല്ല ചുമട്ടുതൊഴിൽ ആലോചിക്ക്. ആദ്യം മാലിൽ തേങ്ങ എടുത്ത് തലയിൽ കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് തോണിയിലാ കൊണ്ടുപോകുക കോഴിക്കോട്ടൊക്കെ, അല്ലെ കച്ചവടക്കാരൊക്കെ. ഇന്ന് മാലിന്റെ കൈവണ്ടിയായി. റാളി എന്നും ട്രോളി എന്നും പറയുന്ന കൈവണ്ടിയായി. അപ്പൊ പണി പോകുമെന്ന് പറഞ്ഞാൽ ആരും ബഹളം കൂട്ടിയില്ല. ഒരു തൊഴിലാളി തലയിൽ വെക്കുന്ന മാല് ഒരു 5-6 മാലും കയറ്റി റാളി ഉന്തി പോകും 2 തൊഴിലാളികൾ, അല്ലേ? പിന്നെ ഓട്ടോബുസ് വന്ന് എവിടെ പോയി? നമ്മളെ ഉന്തുവണ്ടി എടുത്ത് പോയി. എന്ത് പരിഷ്കാരം വരുമ്പോൾ അതിന് ഗുണകരമായ മറ്റൊരു പരിഷ്കാരം വരുമ്പോൾ എന്തെങ്കിലും തകരാറുണ്ടാവില്ലേ? ഒന്ന്. ഇപ്പൊ ഞെട്ടിപ്പിക്കുന്നത്, ഇപ്പൊ പുതിയ ദേശീയ പാതയില്ലേ, 6 വരി പാതയൊക്കെ, അതിനെ കണക്കാക്കിയിട്ടുണ്ടോ? പാതയോരത്തുണ്ടായിരുന്ന കച്ചവടക്കാര് കടയൊക്കെ അടച്ച് പൂട്ടി അടിച്ചൊടിച്ചില്ലേ? അവർക്കൊക്കെ കോമ്പൻസേഷൻ കൊടുത്ത് ഗവൺമെന്റ്. എന്നാൽ ഓരോ കടകളിലും ജോലി ചെയ്ത പാവപ്പെട്ട ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ തൊഴിലാളികളുണ്ടല്ലോ, അവർക്കിപ്പം ജോലിയുണ്ടോ? എത്ര ആയിരക്കണക്കിന് ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ സാധനം എടുത്തു കൊടുക്കുന്നവർ, പാവപ്പെട്ട തൊഴിലാളികൾ, രാവിലെ 8 മണിക്ക് വന്ന് രാത്രി 10 മണിക്ക് വീട്ടിലെത്തുന്ന തൊഴിലാളികൾ, അവരുടെ ജോലിയൊക്കെ പോയില്ലേ? ആര് കാര്യം പറയാനുണ്ട്? അതുകൊണ്ട് ഒരു പരിഷ്കാരം വരുമ്പോൾ കുറെ ആളുകൾ സഹിക്കേണ്ടി വരും. അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത വ്യവസ്ഥ വരും. അതാണ് സ്വാഭാവികമായ പരിവർത്തനത്തിന്റെ കൂടെ നിൽക്കേണ്ട ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ടമാനം ഇപ്പം മന്ത്രി രാജേഷ് എല്ലാം ചെയ്തതെന്താ? ഒരു 35,000 പെട്ടി മദ്യമാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ആലോചിച്ച് നോക്ക്. ചെത്തിയല്ലാലോ, യന്ത്രം ഉണ്ടാക്കുകയാണ്. അതിന് എത്ര തൊഴിലാളി പണിയെടുക്കുന്നു? 1 ലക്ഷം ലിറ്റർ വെള്ളമാണ് മലമ്പുഴ ഡാമിൽ നിന്ന് എടുക്കുന്നത്. മലമ്പുഴ ഡാം എന്തിനുണ്ടാക്കിയതാ? കൃഷിക്ക് ജലസേചനത്തിന് ഉപയോഗിക്കാനാണ്. ഏറ്റവും വലിയ വരൾച്ചയുള്ള ജില്ലയല്ലേ പാലക്കാട്. പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ വരണ്ടു തുടങ്ങി. അതിലേക്ക് മദ്യം കൊടുക്കാനാ?
ഇതൊക്കെ അപരിഷ്കൃതവും ജനദ്രോഹപരമായ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം രാജ്യത്തിന്റെ ചെലവിൽ ജനദ്രോഹം നടത്തുകയാണ് ഇപ്പോൾ ഞങ്ങൾ മദ്യനിരോധന സമിതിക്കാരുടെ പരാമർശം. പിന്നെ എന്താ വ്യാജമദ്യം ഉണ്ടാവുകയില്ലല്ലോ. മദ്യേതര ലഹരി വസ്തുക്കളുടെ അനധികൃത നിർമ്മാണ വിതരണങ്ങൾ തടയാൻ ഞാൻ അന്ന് ഉദയഭാനു കമ്മീഷൻ മുമ്പിൽ വെച്ച നിർദ്ദേശമാണ്. തദ്ദേശ ഭരണകൂടങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുക്കണം. ഒരു ഹോട്ടലിൽ ഒരു ഗ്ലാസ് കഴുകിയില്ലെന്ന് ഒരാൾ പരാതിപ്പെട്ടാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ഹോട്ടൽ അടപ്പിക്കുകയാണ്. ഹോട്ടലിൽ വൃത്തിയില്ലെന്ന് പറഞ്ഞ് അടപ്പിക്കുകയാണ്. അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കണ്ട. ഞങ്ങൾ പറഞ്ഞു, ഒരു പഞ്ചായത്ത് കൺവീനർ, പഞ്ചായത്ത് സെക്രട്ടറി കൺവീനർ, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ അധ്യാപകൻ, ഒരു സർക്കാർ ഡോക്ടർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, വില്ലേജ് ഓഫീസർ, 7 പേരുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ടാക്കുക. അതിന്റെ കൺവീനർ പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കണം. എവിടെ അനധികൃത മദ്യ നിർമ്മാണ വിവരമുണ്ടോ ആർക്കും കത്തയക്കാം. ഇതാ സോയൻസോ എക്സ് കള്ളമദ്യ നിർമ്മാണം ഉണ്ട്, ഇവിടെ വരണം, അങ്ങനെ എല്ലാവർക്കും കത്തയക്കണം, കോപ്പി ഇട്ടു. അതിന് ഒരാൾ പറഞ്ഞെന്താ അറിയോ, അന്ന് അഴിമതി പടരുന്ന 7 ആൾ അഴിമതിക്കാരായിരിക്കുമോ? ഏതെങ്കിലും ഒരാൾ ചോദിക്കില്ലേ അടുത്ത സിറ്റിങ്ങിൽ, എവിടെ പോയി, എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഒരു കത്ത്, എനിക്ക് വൈ എന്ന് പറഞ്ഞ ആൾ കത്തയച്ചിട്ടുണ്ടല്ലോ, എനിക്ക് AB എന്ന് പറയുന്ന ഒരാൾ കത്തയച്ചിട്ടുണ്ടല്ലോ, CD എന്ന് പറയുന്ന നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആ കത്ത് ചർച്ച ചെയ്ത കുറ്റവാളികളെ വിളിപ്പിക്കാം. ഒന്നാമത് വിളിക്കുക താക്കീതിയെ, രണ്ടാമതും വിളിക്കുക, 3 പ്രാവശ്യം അയാൾക്ക് ശിക്ഷ വിധിക്കാൻ ശുപാർശ ചെയ്യണം കോടതിയോട്. എന്താ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കോടതി ഉണ്ടായിക്കൂടെ? എന്തെല്ലാം ഉണ്ടാക്കുന്നത്, വേണ്ടാത്ത എത്ര തസ്തികകളുണ്ട് ഇവിടെ. അതാണ് 3 പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഇവർ നടപ്പിലാക്കി. ഒന്നും ആരും നടപ്പിലാക്കുന്നില്ലല്ലോ. ആകെ നീല നടപ്പിലാക്കി, അത് അട്ടിമറിക്കപ്പെട്ടു. അപ്പം അതിന്റെ പരിഹാര മാർഗം അതാ. അതുകൊണ്ട് മദ്യനിരോധനം വരും. എന്താ ഗുജറാത്തിലില്ലേ, ഞാൻ പറഞ്ഞല്ലോ, ബീഹാറിലില്ലേ, ബീഹാറിൽ മദ്യനിരോധനമില്ലേ? ബീഹാറിൽ ആദ്യം ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇവിടെ എറണാകുളത്ത് വന്നിരുന്നു. ഒരു പുണ്യവാളത്തിയുടെ സ്മൃതി പുതുക്കുന്ന പരിപാടിയിൽ, എന്താ സ്ഥലപ്പേര് ഞാൻ മറന്നു. അവിടെ വന്നിട്ട് നിതീഷ് കുമാറിന്റെ പത്രക്കാർ ചോദിച്ചു, എങ്ങനെ മദ്യനിരോധനം? മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ എനിക്ക് ആദ്യമായി 5000 കോടി രൂപയുടെ നഷ്ടം ഖജനാവിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 10,000 കോടി രൂപ ലാഭമാണ്. അതെങ്ങനെ? മദ്യത്തിന് ചെലവിടുന്ന പണം മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ചെലവിടുകയാണ് ജനം. തുണി വാങ്ങുന്നു, മരുന്ന് വാങ്ങുന്നു, ആഹാര സാധനങ്ങൾ വാങ്ങുന്നു, അതുപോലെ തന്നെ മത്സ്യം വാങ്ങുന്നു, ഇറച്ചി വാങ്ങുന്നു, പച്ചക്കറികൾ വാങ്ങുന്നു. ഇതിനൊക്കെയുള്ള ടാക്സ് എന്റെ ട്രഷറിയിൽ വന്ന് കൂടുകയാണ്. മാത്രമല്ല ജനങ്ങൾ സംപ്രീതരാണ്. അതിന്റെ ഫലമായിട്ട് ആ പെണ്ണുങ്ങൾ വീണ്ടും അവിടെ LDF UDF അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഫലമായാണ് അദ്ദേഹം വീണ്ടും ജയിച്ചത്. അദ്ദേഹം നല്ല ഭൂരിപക്ഷമില്ലേ? അതാണ് അതിന്റെ ഫലം ഉണ്ടാവുക.